എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഹൗ ടു ചെക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ടൈം വന്നിട്ടുണ്ട്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നു തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇരിക്കുക. വീഡിയോയിലേക്ക് വന്നപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ, അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇരിക്കുക. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, നാളെ എങ്ങനെയാണ് റിസൾട്ട് പരിശോധിക്കുക, ഏതാണ്ട് എത്ര മണിയാകുമ്പോൾ റിസൾട്ട് വരും, എല്ലാത്തിനുമുള്ള സംശയങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത രീതിയിൽ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ടത് എൻ്റെ കടമയാണല്ലോ. ഇപ്പോൾ എൻ്റെ ചാനലിലെ പ്രേക്ഷകർ എന്നോട് ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ട കടമ എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം. നിങ്ങൾ ഡയറക്റ്റ് ഗൂഗിളിലോ ക്രോമിലോ കയറി കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്താൽ മതി. കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് ഓക്കെ, ഡയറക്റ്റ് ഗൂഗിളിലോ ക്രോമിലോ കയറി കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്താൽ മതി. ശേഷം അവിടെ ഓപ്പണായി വരുന്ന ലിങ്കിൽ എന്ത് ചെയ്യും, അഫിലിയേറ്റഡ് കോളേജസ് UG പ്രോഗ്രാംസ് എന്നൊരു ലിങ്കാണ്. അഫിലിയേറ്റഡ് കോളേജസ് UG പ്രോഗ്രാം ഇതാണ് എന്ന ലിങ്കാണ് സാധിക്കും. അഫിലിയേറ്റഡ് കോളേജ് UG പ്രോഗ്രാം എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡി പാസ്വേഡ്, അവിടെ ഒരു വെരിഫിക്കേഷൻ കോഡ് കാണും. അതൊരു ബ്ലാക്ക് കോളത്തിൽ ഇങ്ങനൊരു കോളത്തിൽ ഒരു 5 അക്കം കാണും. ഇപ്പോൾ എഴുതുവാണ് 81. ഇത് ഈ വെരിഫിക്കേഷൻ കോഡെന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ഒരു കുഞ്ഞിങ്ങനെ കോളം കാണും. അതിലെന്ത് ചെയ്യും, 1 2 3 4 5 എന്ന് പറഞ്ഞാൽ 5 സംഖ്യ കാണും. ആ 5 സംഖ്യ എടുത്തടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അവിടെ ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ എന്ത് ചെയ്യുക, ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ, കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. ഇനിയിപ്പോൾ സോറി യു ഹാവ് നോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. സോറി യു ഹാവ് ഗോട്ട് അലോട്ട്മെൻ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം എന്ത് ചെയ്യണം, സ്ഥിര പ്രവേശനമാണ് എടുക്കേണ്ടത്, ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ഓർത്തിരിക്കുക. ടൈം വന്നിട്ടുണ്ട്, എക്സ്പെക്റ്റഡ് ടൈമായിട്ട്. നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും വന്നിരിക്കുന്നത് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് 5 to 7 തന്നെയാണ്. 5 മണിക്കും 7 മണിക്കും ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇത് എക്സ്പെക്റ്റഡ് ടൈമായിട്ട് എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് 5 to 7 ആണ്. 5 മണി to 7 മണിക്കുള്ളിൽ എന്ത് ചെയ്യാൻ സാധിക്കും, റിസൾട്ട് പ്രതീക്ഷിക്കാം. അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അറിയാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീമിയർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ടെക്, ദ കരിയർ ഗൈഡൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.